BJP നേതാവായിരുന്ന സന്ദീപ് വാര്യര് അയാൾക്ക് അതുവരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനത്തിനെയും അതുപോലെ RSSനെയെല്ലാം തെറി വിളിച്ചിട്ട് ഒരൊറ്റ ചാട്ടത്തിന് പാണക്കാട് തറവാടിന്റെ മതിൽ ചാടിക്കടന്ന് തങ്ങളുടെ കൈമുത്തിയതോടെ അയാൾ മതേതരവാദിയായി മുഹബത്ത് കി ദുഖാന്റെ കടയുടമയായി. എന്തായിരുന്നു വാര്യർക്ക് BJPയിലുള്ള പ്രശ്നം? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അയാൾക്ക് വേദിയിലിരിക്കാനായിട്ട് സിംഹാസനം കൊടുത്തില്ല. അപ്പോൾ സ്ഥാനം കിട്ടാൻ വേണ്ടി, കസേര കിട്ടാൻ വേണ്ടി മറുകണ്ഠം ചാടിയ ആളാണ് സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പരിശോധിക്കണം എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ കോൺഗ്രസ്സുകാർ പൊക്കിക്കൊണ്ട് നടക്കുക അല്ലെ. കേരളത്തിലെ മുസ്ലിമുകളെ കൂട്ടത്തോടെ എന്ത് ചെയ്യണം എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്? ബിനോയ് നായർ അങ്ങനെ വല്ലതും പറഞ്ഞോ? സന്ദീപ് വാര്യർ മുസ്ലിമുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്ര വംശീയത വേറൊരു BJP നേതാവും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വാര്യർ വന്നത് ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലോട്ട് വന്നു എന്നൊക്കെ വച്ച് കാച്ചിയാൽ മതി, സംഗതി ഓക്കെ ആവും അല്ലെ. എൻ്റെ ചാനലിന്റെ കോമന്റ് ബോക്സിൽ വന്നിട്ട് രാജ്യവിരുദ്ധരുടെ അതുപോലെ തന്നെ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് ദക്ഷിണേന്ത്യ മാത്രം ഒരു പ്രത്യേക രാജ്യമാക്കണം എന്നൊക്കെയുള്ള ആളുകളുടെ അങ്ങനെ അഭിപ്രായം പറയുന്നവരുടെ വിളയാട്ടം സഹിക്കവയ്യാതെ ആയപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഇനി മുതൽ ഞാൻ അന്ധമായ മോദി വിരോധം അവസാനിപ്പിക്കുന്നു. രാജ്യവിരുദ്ധമായിട്ടുള്ള ഈ മതേതര പുരോഗമന ഫാഷിസ്റ്റ് ജനാധിപത്യ മാധ്യമങ്ങളുണ്ടല്ലോ, ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികൾ, അങ്ങനെയുള്ള മീഡിയകളുടെ ചതിക്കുഴിയിൽ നിന്ന് ഞാൻ കരകയറുന്നു, രക്ഷപ്പെടുന്നു. ഇനി രാജ്യ താല്പര്യം സംരക്ഷിക്കുന്ന സർക്കാരിനൊപ്പമായിരിക്കും ബിനോയ് നായർ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അതോടെ ഞാൻ മുസ്ലിമുകളെ തെറി വിളിച്ചു, ഇസ്ലാമിനെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് ചീത്തവിളി തുടങ്ങി. ഞാൻ മുസ്ലിമുകളെ ചീത്ത വിളിച്ച അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസത്തെ ചീത്ത വിളിച്ച ഒരു വീഡിയോ, ഒരു വരി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പിന്നെ മുസ്ലിമുകൾക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ബംഗ്ലാദേശിലെ നുഴഞ്ഞുകയറ്റക്കാര് അവിടുന്ന് ബംഗാളിലേക്ക് നുഴഞ്ഞു കയറുന്നവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ വരെ അവരെ പൊക്കിക്കൊണ്ടിരിക്കുക. ഈ പിടിച്ചുപറിയും കൊള്ളയും ബലാത്സംഗം ഒക്കെ നടത്തിയിരുന്നവർ ഇപ്പോഴത്തെ BJP സർക്കാർ ബംഗാളിൽ നിന്ന് പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുക. അവരെ എല്ലാം ഇതുവരെ കാത്തു സൂക്ഷിച്ച ആരാ? ബംഗ്ലാദേശ് സർക്കാർ തന്നെ പറയുന്നു അവരെ ഇങ്ങോട്ട് വിട്ടോ, കുഴപ്പമൊന്നുമില്ല, കാരണം അവർ ബംഗ്ലാദേശ് പൗരന്മാരാണ്. നമ്മുടെ മമതാ ദീദി വ്യാജ ആധാറും റേഷൻ കാർഡും ഒക്കെ കൊടുത്ത് വോട്ടിന് വേണ്ടി കൂടെ കൂട്ടിയ ആളുകളാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം വിരുദ്ധനായി. ഇങ്ങനെ ഈ ജിഹാദികളെ സംരക്ഷിക്കുന്നവരാണ് ഈ ചാനൽ മുഴുവൻ ഉള്ളത് എന്ന് അറിഞ്ഞുകൊണ്ടാണ്, നമ്മുടെ വ്യൂവേഴ്സിലെ മഹാഭൂരിപക്ഷം അറിഞ്ഞുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു റീസെറ്റ് ഇവിടെ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത്. സാധാരണ ഈ ചാനലിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് രാജ്യം വെട്ടിമുറിക്കണം എന്നൊക്കെ ആരെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബർ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യില്ല. ആളുകൾ കമന്റ് ചെയ്യുന്ന അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ചാനലിന് ഉത്തരവാദിത്വം ഇല്ലാന്ന് ഒരു വരി എഴുതി വെച്ചിട്ട് അവരങ്ങ് രക്ഷപ്പെടും, കാണാത്തതായിട്ട് നടിക്കും. അല്ലാതെ ഈ സ്വന്തം ചാനൽ കൂട്ടി പോകാൻ പാകത്തിന് ചാനലിന്റെ മഹാഭൂരിപക്ഷം സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും വെറുപ്പിക്കാനായിട്ട് ഒരു യൂട്യൂബറും പോവില്ല. മനസ്സിലായോ? രാജ്യം മുടിഞ്ഞു പോയാൽ എന്താ, കാശ് കിട്ടിയാൽ പോരെ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഞാൻ പൊട്ടനൊന്നും അല്ല. ഞാൻ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ്, സ്വബോധമുള്ള ആളാണ്. എൻ്റെ ചാനലിന്റെ 99% സബ്സ്ക്രൈബേഴ്സും ആരാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ബാംഗ്ലാദേശികൾക്കെതിരെ, സുഡാപ്പികൾക്കെതിരെ എല്ലാം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മതേതരന്മാർക്ക് സഹിക്കില്ല. അവന്മാർ വന്ന് ഈ കൂട്ടത്തോടെ ഈ ഡിസ്ലൈക്ക് ബോംബിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാവരും ഒന്നിച്ച് കൂട്ടത്തോടെ വന്ന് ഡിസ്ലൈക്ക് ചെയ്യും, അൺസബ്സ്ക്രൈബ് ചെയ്യും. 99% സബ്സ്ക്രൈബേഴ്സ് ഹോസ്റ്റലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശത്രുക്കളായി കഴിഞ്ഞാൽ ചാനലിന്റെ കച്ചവടം തീരും എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സ്വബോധം മാത്രം മതി അല്ലേ. ഞാൻ അങ്ങനെ ഒരു പൊട്ടനൊന്നുമല്ല. പിന്നെ എന്തിനാണ് ഞാൻ RSSന് അനുകൂലമായിട്ട്, ഹിന്ദുത്വത്തിന് അനുകൂലമായിട്ട് ഞാൻ സംസാരിച്ചത്? ഏറ്റവും രസം എന്താണെന്നറിയോ, ചില അലവലാദികൾ ഇങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാരെ പോലെ വന്നിരുന്നിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് അവരുടെ ചാനലിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇവന്മാരുടെ കണ്ടുപിടുത്തം ബഹുരസമാണ് കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, എനിക്ക് റീച്ച് ഇല്ല, അത് കൂട്ടാൻ വേണ്ടി ഞാൻ സംഖ്യയായി എന്നാണ് ചില അലവലാദികൾ പറയുന്നത്. ഇവന്മാരെന്താ ചാണകം തിന്നുന്ന ഇവന്മാരാണോ? എനിക്കറിയില്ല. വിവരക്കേട് പറയുന്നതിന് ഒരു പരിധിയില്ല. 9 മാസമായുള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട്. 9 മാസം കൊണ്ട് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ കിട്ടിയല്ലോ. ഇപ്പോഴത്തെ ഈ ചാനലിൽ ഞാൻ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിട്ട് 9 മാസമായിട്ടുള്ളൂ. പണ്ട് ഈ ചാനലിൽ പറഞ്ഞിരുന്ന ഹിന്ദി പാട്ടുകളെ പറ്റിയുള്ള പാട്ടിന്റെ കഥ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഈ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ, അതായത് ഏതാണ്ട് 9-10 മാസമായിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന ചാനൽ, അതാണ് പൂട്ടിപ്പോയത്. അപ്പോൾ റീച്ചിന് വേണ്ടി സംഖ്യ ആവണമെങ്കിൽ അപ്രിയ സത്യങ്ങൾ പൂട്ടിയപ്പോഴല്ലേ ബിനോയ് നായർ സംഖ്യ ആവേണ്ടത് അല്ലേ? അല്ലാതെ 9 മാസം കൊണ്ട് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, ഏതാണ്ട് ആവറേജ് ഒരു വീഡിയോയ്ക്ക് 20,000 25,000 വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും റീച്ച് ഉള്ളപ്പോഴാണോ അതൊക്കെ ഇട്ടിട്ട് ഞാൻ സംഘപരിവാറിന്റെ കൂടെ പോകേണ്ടത് അല്ലെ? കോമൺ സെൻസിന് നിരക്കുന്ന കാര്യങ്ങൾ പറയൂ.
ഇത് മാത്രമല്ല, ഇത്രയും കാലം സംഘപരിവാറിനെ വിമർശിച്ചിട്ട് സുഡാപ്പി എന്നുള്ള ചീത്തപ്പേരും ഒക്കെ സമ്പാദിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഓടി സംഖ്യയായിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ സംഖ്യകൾ എന്താ പൊട്ടന്മാരാണ്, അവരെന്നെ കാല് മടക്കി തൊഴിക്കും. ഇല്ലേ, ഇതെനിക്കറിയില്ലേ. അപ്പോ ഉള്ള കഞ്ഞി പാറ്റയിട്ടിട്ട് ഞാൻ എന്തിനാണ് സംഘപരിവാറുകാരനായത്? പല ഗവേഷകന്മാരും പിന്നെ കുറെ വ്യാജ മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ കഴിഞ്ഞ ഒരു മാസം എന്തുകൊണ്ട് ബിനോയ് നായർ സംഖ്യയായി എന്നൊക്കെ ഉള്ള വീഡിയോ ഇട്ടിട്ട് കീശ വീർപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇവരിൽ പലർക്കും 1 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ഒക്കെ കിട്ടി. ഞാൻ ഇതിലാകെ മുഴുവൻ കണ്ട ഒരു വീഡിയോ പലരും എനിക്ക് അയച്ചു തരുന്നുണ്ട്, ഇതാ നിങ്ങളെ പറ്റി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതില് പലരുടെയും ആരുടെ ചാനലാണെന്ന് കാണുമ്പോഴേ ഞാൻ തുറക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ ആകെ മുഴുവൻ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വിമർശനം മാത്രമാണ്. കാരണം അങ്ങേരെ അല്പം വിവരവും വിദ്യാഭ്യാസമുള്ള മാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണ് എന്നുള്ളത് ഞാൻ മുമ്പ് അദ്ദേഹത്തെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങേര് പറഞ്ഞതായിരുന്നു ശരി എന്നിപ്പോ ഞാൻ പരസ്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. അതായത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് അംഗീകരിക്കാൻ ബിനോയ് നായർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അങ്ങേരുടെ വീഡിയോ ഞാൻ മുഴുവൻ കണ്ടു. ബാക്കിയുള്ളതൊക്കെ വെറുതെ ജീവിക്കാൻ വേണ്ടി തെറി വിളിച്ച് നടക്കുന്ന വീഡിയോ ഞാൻ അവരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ സംഖ്യയായി കഴിഞ്ഞാൽ ഈ അലവലാദികളെല്ലാം ആദ്യം ചെയ്യുക എന്താ ചെയ്യുക, എന്റെ പഴയ വീഡിയോ എടുത്തിട്ട് വീണ്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് കാശുണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇവന്മാർക്ക് ഒരു പണി കിട്ടാൻ വേണ്ടി എന്റെ പഴയ വീഡിയോ എടുത്ത് വെച്ച് എങ്ങനെ കാശുണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ആ വീഡിയോ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തത്. എന്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് ഇവന്റെ അനുവാദമൊന്നും വേണ്ടല്ലോ. അല്ലാതെ എന്റെ പഴയ വീഡിയോ എടുത്തിട്ട് ഇനിയും കാശുണ്ടാക്കണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തതാണ്. പിന്നെ എന്റെ പഴയ വീഡിയോസ് ഇങ്ങനെ കാണിച്ച് മുഖം കൊണ്ട് ഇങ്ങനെ കഥകളി നടത്തി ജീവിക്കുന്നവർക്ക് പണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിസ്സാരമായിട്ട് യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനായിട്ട് എനിക്ക് ഇവന്റെ ഒന്നും അനുവാദം വേണ്ട, അല്ലേ? 3 എണ്ണം ഇപ്പൊ ധാരാളം വീഡിയോസ് ഇട്ടുണ്ട്, 3 എണ്ണം എടുത്ത് ഒരുമിച്ച് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ചാനൽ തന്നെ കച്ചവടം തന്നെ പൂട്ടിപ്പോകും, ചാനൽ പൂട്ടിപ്പോകും. ഇതെനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ചാനൽ ഇല്ലെങ്കിൽ ഇതിൽ പലരും കഞ്ഞി കുടിക്കില്ല, കുടുംബം പട്ടിണിയായി പോകുന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇവനോടൊന്നുമുള്ള സഹതാപം കൊണ്ടല്ല, ഇവന്റെയൊക്കെ കൂടെ പൊറുക്കുന്നു എന്നുള്ള ഒരു തെറ്റ് മാത്രം ചെയ്ത് ഇവന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം ഓർത്തിട്ട് മാത്രം തൽക്കാലം ഞാൻ ഇവന്റെ ഒന്നും ചാനൽ പൂട്ടിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ബിനോയ് നായരുടെ മനംമാറ്റത്തിന്റെ കാരണം വേറെ ഉണ്ട് കേട്ടോ. ഈ ചില മനഃശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ബിനോയ് നായരെ ഈടി പിടിക്കാൻ വന്നു പോലും. എവിടെ? കാനഡയിൽ വന്ന് ഈടി പിടിക്കാൻ വന്നു. പിന്നെ ബിനോയ് നായർ കാശ് കിട്ടിയടാ പൊട്ടന്മാരെ കാശ് കൊടുക്കാനാണെങ്കിൽ സംഘപരിവാറിന് ഈ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ബിനോയ് നായർക്കാണോ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ അഭിസാർ ശർമ്മയ്ക്കോ രവീഷ് കുമാറിനോ ധ്രുവ് റാഠിക്കോ അജിത് അഞ്ചും അങ്ങനെ എത്രയോ പേര് കേരളത്തിലും ഉണ്ടല്ലോ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ, അല്ലേ? മോദിയെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം കാശ് കൊടുത്താലല്ലേ ഈ സംഘപരിവാറിന് കൊടുക്കുന്ന കാശ് മുതലാവുള്ളൂ. അപ്പൊ ബിനോയ് നായർക്ക് എന്തിനാ കാശ് കൊടുക്കുന്നത്? ഈ ബിനോയ് നായർ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായിട്ട് എത്ര കിടന്ന് മല മറിച്ചു കഴിഞ്ഞാലും രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന് അത് പുല്ലാണ്. അതുമെങ്കിലും തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിവരക്കെടുക്ക് നിങ്ങൾ വിളിച്ചു പറയോ? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുസ്ലിമുകളെ ചീത്ത വിളിച്ചു എന്ന് നിലവിളിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സന്ദീപ് വാര്യരോട് ഒരു പരാതിയില്ല. ഇങ്ങോട്ട് വന്ന ആഹാ, അങ്ങോട്ട് പോയാ ഓഹോ. ഇനി ഇതൊന്നും ഞാൻ പറയണമെന്ന് കരുതിയല്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറെ എണ്ണങ്ങൾ കുരയ്ക്കും, കുറെ എണ്ണങ്ങൾ തെറി വിളിക്കും. നമുക്ക് വേറെ പണിയില്ലേ, പോട്ടെ. നിലപാട് മാറ്റിക്കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തെറിവിളിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കറിയാം, സോഷ്യൽ മീഡിയ സംസ്കാരമാണ്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കോമന്റ് ബോക്സ് പോലും പൂട്ടാതെ ഇവന്റെയൊക്കെ ശ്വാസം മുട്ടൽ തീരുന്നത് വരെ 2-3 ദിവസം ഇവൻ തെറി വിളിച്ചോട്ടെ എന്ന് ഞാൻ വെച്ചത്. തെറി വിളിക്കുന്നത് ഇവന്മാരുടെയൊക്കെ സംസ്കാരമാണ്. അതിനൊന്നും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനെയും അമ്മയും എത്ര പേരാണ് വന്നിട്ട് എന്തെല്ലാം ചീത്തകളാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസം കോമന്റ്സ് വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലായി. ഞാൻ കോമന്റ്സ് വായിക്കാറില്ല, കാരണം ഇത് മുഴുവൻ തെറിയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരാൾ വാട്സാപ്പിൽ കോമന്റ്സ് അയച്ചതിന്, പ്രത്യേകിച്ച് എന്റെ അച്ഛനെയും അമ്മയും പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അയച്ചതിന് ചോദിച്ചു, നിങ്ങൾ എന്താണ് മനുഷ്യ ഈ കുന്തം വിഴുങ്ങിയ പോലെ 1 മാസമായിട്ട് നോക്കിയിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് പറയാനുള്ളത് നിങ്ങൾ തിരിച്ചു പറ. വാട്സാപ്പിൽ ഇയാൾ അയച്ചു തന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇങ്ങനെ ഈ മരമണ്ടനെ പോലെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയാ 1 മാസം ഞാൻ കോമന്റ്സ് വായിക്കാതെ ഇരുന്നതാണ്. പോട്ടെ, എന്തെങ്കിലും പണ്ടാരം അടങ്ങട്ടെ, എന്തെങ്കിലും പറയട്ടെ എന്നോർത്ത്. ഇപ്പോഴാണ് ഞാൻ ഓരോന്ന് വായിക്കുന്നത്. 10 കോമന്റ്സ് എടുത്തു കഴിഞ്ഞാൽ 8 അല്ലെങ്കിൽ 9 അച്ഛനമ്മമാരെ ചീത്ത വിളിച്ചോണ്ട്. ഈ സന്ദീപ് വാര്യർ RSSനും BJPയും ചീത്ത വിളിച്ചിട്ട് ഒരു കസേര കിട്ടാത്തതിന്റെ പേരിൽ പാണക്കാട് എന്ന് സതീശന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ തിണ്ണ ഇറങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ BJPക്കാർ ഇത്രയും ചീത്ത വിളിച്ചിട്ടുണ്ടാവില്ലെന്ന കാര്യം ഉറപ്പാ. കുറഞ്ഞ പക്ഷെ അയാളുടെ അച്ഛനമ്മമാരെ BJPക്കാർ തെറി വിളിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഉത്തമ സമുദായം അങ്ങനെയാണല്ലോ പറഞ്ഞു. പറയുമ്പോ എന്താ, മാതാവിന്റെ കാൽ ചുവട്ടിലാണ് ഇവന്റെയൊക്കെ സ്വർഗം. പ്രവാചകൻ പറഞ്ഞു പോലും
കാരുണ്യം, സ്നേഹം, മാങ്ങാത്തൊലി. ഈ പ്രവാചകന്റെ പാത അതുപോലെ പിന്തുടരുന്ന 10-8 മുസ്ലിമുകളും ഇങ്ങനെ അച്ഛനമ്മയും തെറി വിളിക്കുന്നവരാണെങ്കിൽ പിന്നെ ആ പ്രവാചകൻ എന്ത് പറഞ്ഞിട്ട് ഈ മതം എന്ന് പറയുന്ന സാധനം പിരിച്ചു വിട്ട് ശല്യം തീർക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മതമാണെങ്കിൽ പറയുമ്പോൾ എന്താ സാഹോദര്യം, സ്നേഹം. ഈ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തിന് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞ അടി കിട്ടുന്ന അവസ്ഥയിലായി. മനസ്സിലായോ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരുവട്ട് മറുപടി. അങ്ങനെ ഒരു മുസ്ലിം പറയില്ല, ഇതെല്ലാം ഫേക്ക് ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ 10-8 ഫേക്ക് ആണെന്ന് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതെല്ലാം ഫേക്ക് ഐഡിയ ആണെങ്കിൽ 10 മുസ്ലിമുകളിൽ 8 ഫേക്ക് ആണെന്നാണ് അപ്പൊ നിങ്ങൾ തന്നെ സംശയിക്കുന്നത്. ഇത് ഈ ജിഹാദികൾ, സുഡാപ്പികൾ മാത്രമല്ല, രാജ്യത്തോട് ഒരു താല്പര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ കുറെ നെക്സൽ, മാവോയിസ്റ്റ് കുറെ ആരാധകരുണ്ട്. അവരും പിന്നെ ഈ തലതെറിച്ച കുറെ വോക്ക് പുരോഗമനവാദികളുണ്ട്. അങ്ങനെയുള്ള അലവലാദികൾ ഇവരെല്ലാം മാറി മാറിയാണ് തെറി വിളിക്കുക. പക്ഷേ ഞാൻ പറയുന്നത് ഇവരെല്ലാം ഉണ്ടെങ്കിൽ 10-8 ഈ പറഞ്ഞ പ്രവാചകചര്യ കാണാപ്പാഠം കാണാപ്പാഠം പഠിച്ച് നടക്കുന്ന ഉത്തമ സമുദായക്കാരാണ് ഈ 10-8 തെറി വിളിക്കുന്നത്. പിന്നെ ഇവരുടെ ഈ ഉത്തമ സമുദായത്തിന്റെ തെറിവിളിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇവരാണ് എപ്പോഴും ഈ ഒസാമ ബിൻ ലാദനെ അമേരിക്ക കൊന്ന് കടലിൽ താഴ്ത്തി കഴിഞ്ഞാൽ അയ്യോ അതും ഇസ്ലാമോഫോബിയാണ്. അതുപോലെ അഫ്സൽ ഗുരുവിനെ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ അതും ഇസ്ലാമോഫോബിയ. ഇന്ത്യയിലെ സൈന്യം വെടിവെച്ച് കൊന്ന കാശ്മീരിലെ ഭീകരന്മാർക്ക് വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്തുന്ന അവിടുത്തെ പാകിസ്ഥാന്റെ സന്തതികളുണ്ട്. കാശ്മീരിൽ ഇന്ത്യക്കാരാന്ന് പറഞ്ഞ് വേഷം കെട്ടി ജീവിക്കുന്ന അങ്ങനെയുള്ള പാകിസ്ഥാന്റെ സന്തതികളെ സൈന്യം പോയി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇസ്ലാമോഫോബിയ. പിന്നെ ഈ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് വേർപെടുത്തി രാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയെ രാജ്യത്തു നിന്ന് വേർപെടുത്തണം, വേറെ രാജ്യമാക്കണം, ആസാമിനെ വേറെ ഒരു രാജ്യമാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ഈ ഷർജിൽ ഇമാമിനെ പോലെ ഭീകരവാദികളെ പിടിച്ചെടുത്ത് അകത്തിട്ടാൽ അതും ഇസ്ലാമോഫോബിയ. ഇങ്ങനെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ലോകത്തുള്ള ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര ജീവികൾക്ക് വേണ്ടി ഇങ്ങനെ നിലവിളിക്കുകയും ഈ ഭീകരന്മാർക്കെല്ലാം വേണ്ടി കൊടപിടിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വന്നിട്ട് എന്റെ കോമന്റ് ബോക്സിൽ വന്നിട്ട് നായന്മാരെ തെറി വിളിക്കുന്നത്. നോക്കൂ, ഞങ്ങളെ വംശീയമായിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നവന്മാര് 10 കൊമന്റ്സ് എടുത്തു കഴിഞ്ഞാൽ 8 ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ പിന്നെ ഈ ജാതി, നായര്, ഈ 3 ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്സ്. നോക്കൂ, ലോകത്തെ ഏറ്റവും കൂടുതൽ വംശീയത പറയുന്നത് ഇങ്ങനെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരാണെന്ന് പറയുന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പിന്നെ നമ്പൂതിരി, പിന്നെ സംബന്ധം, ഹിന്ദി, ഇങ്ങനെയുള്ള അങ്ങേയറ്റം വംശീയമായിട്ടുള്ള അധിക്ഷേപം മാത്രമാണ് ഈ കോമന്റ്സിലുള്ളത്. ഞാൻ ഡീഫോൾട്ട് മോഡറേഷൻ വെച്ചിട്ട് ഇതിനെല്ലാം കൂട്ടത്തോടെ നീക്കിയിരിക്കുക. ഇവൻ സംബന്ധത്തിലുണ്ടായതാണ്, ഇവൻ കിണ്ടിയാണ്, ഇവൻ നായരല്ല, ഇവൻ നായയാണെന്നൊക്കെ ഉള്ള പ്രയോഗം നടത്തുന്ന ഇക്കൂട്ടര് യാതൊരു വിധത്തിലുള്ള പരിഗണനയ്ക്കും അർഹരല്ല. പീഡിപ്പിക്കപ്പെടുന്നവരെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇത്രയും നാൾ തെറ്റിദ്ധരിച്ച്. ശരിക്കും ഇവർ ഇതിനൊന്നും ഇവർ വംശീയമായിട്ട് ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ കയ്യിലിരിപ്പിന്റെ തകരാറാണ് എന്ന് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഇതൊന്നും ഞാൻ പറയേണ്ടെന്ന് കരുതിയാ, പക്ഷെ എങ്ങനെ പറയാതിരിക്കും. ഇപ്പൊ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് ദക്ഷിണേന്ത്യ വേറൊരു രാജ്യമാക്കി അങ്ങ് അവിടെ ഒരു കാലിഫേറ്റ് സ്ഥാപിച്ചു കളയാം എന്നുള്ള പൂതി എന്റെ ചാനലിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാമെന്ന് വെച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള തരികിടെ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂവേഴ്സിന്റെ 99% അവരെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യുന്ന പോലെയാണ് ഞാൻ ഈ കപട മതേതരത്വം അഭിനയിക്കുന്ന തട്ടിപ്പുകാരെ ഞാൻ പുറത്താക്കി ചാനലിനെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് 99% സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വ്യൂവേഴ്സും ഇങ്ങനെയുള്ളവരാണെന്ന് കരുതി അവരെ എല്ലാം അടിച്ച് പുറത്താക്കണമെന്ന് കരുതി ചാനൽ മുന്നോട്ട് പോയില്ലെന്ന് എനിക്കറിയാം. വന്ദേമാതരം ഞങ്ങൾക്ക് ഹറാമാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ആരും വന്ദേമാതരം പാടണ്ട, ഇങ്ങനെ വാശി പിടിക്കുന്നവർ അങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ത്വംഹി ദുർഗ എന്ന് പറയുന്ന തുടങ്ങുന്ന ആ ഭാഗം തന്നെ ഞാൻ ഇട്ട് കേൾപ്പിച്ചത്. അത് കേട്ട ഹാലിളകുന്ന വർഗമാണെങ്കിൽ അവർ ഓടിപ്പോട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ ചെയ്ത്. പിന്നെ ഇവനൊക്കെ പറയുന്ന പോലെ ഞാൻ ഇനി അങ്ങ് ഓടിയങ്ങ് ചെന്ന് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ വ്യൂസ് കൂട്ടാൻ വേണ്ടി RSSനെ സൂചിപ്പിക്കാനാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓടിയങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവർ സ്വീകരിക്കാൻ വേണ്ടി RSSകാരെന്താ പരവതാനി വിരിച്ച് കാത്തിരിക്കുവാണോ? അതൊന്നും അല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് ഒരു യൂട്യൂബറും ഞാൻ ചെയ്ത പണി ചെയ്യില്ല. ഇപ്പൊ എന്നെ തെറി വിളിക്കുന്നവരുടെയൊക്കെ കോമന്റ് ബോക്സിൽ ഇതിനേക്കാൾ വലിയ കുത്തിത്തിരിപ്പും രാജ്യദ്രോഹവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കുത്തിത്തിരിപ്പുകാരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ചാനൽ പൂട്ടിപ്പോകും. അതുകൊണ്ട് ഇവരൊന്നും മിണ്ടില്ല. പക്ഷേ ബിനോയ് നായർ പറയാനുള്ളത് പറയും. ഓരോരുത്തന്റെ 5 പൈസ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ തെറി വിളിക്കുന്ന അലവലാദികളുടെ 5 പൈസ എനിക്ക് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ വീണ്ടും പറയുന്നു, ബിനോയ് നായർ എന്തുകൊണ്ട് സംഖ്യയായി എന്നുള്ള ഊഹാപോഹങ്ങളും സ്പെക്യുലേഷൻസും ഒക്കെ നടക്കട്ടെ. ഞാനായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അവസാനിച്ചോളുന്ന കരുതിയാണ് ഈ വീഡിയോ ചെയ്യാൻ. പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യില്ല. 1 മാസം ഞാൻ ക്ഷമിച്ചു. നിങ്ങൾ ചിന്തിക്കും 1 മാസം. പക്ഷെ 1 മാസം കഴിഞ്ഞിട്ട് തെറിവിളി തുടരുമ്പോൾ
ഇപ്പൊ അതിന്റെ തീവ്രത ഇത്ര മാത്രം കൂടുതലാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് മെസ്സേജ് അയച്ച ആള് പറഞ്ഞതുപോലെ അച്ഛനെ അമ്മയും ചീത്ത വിളിക്കുന്നത് കേട്ട് മിണ്ടായിരിക്കാൻ വയ്യ. നിന്റെയൊക്കെ കണ്ണിലുണ്ണി സന്ദീപ് വാര്യർ ചെയ്ത അത്രയും വലിയ നന്ദികേടോ വഞ്ചനയോ ബിനോയ് നായർ ചെയ്തിട്ടുമില്ല. അങ്ങനെ നിലപാട് മാറ്റിയതുകൊണ്ട് സന്ദീപ് വാര്യർക്കുണ്ടായ നേട്ടവും ബിനോയ് നായർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ആഹാ, അങ്ങോട്ട് പോകുമ്പോ ഓഹോ എന്നുള്ളതിൽ ഇരട്ടത്താപ്പാണ് ഞാൻ പറഞ്ഞത്. ഇനി ജീവിതകാലം മുഴുവൻ എന്നെ ഇങ്ങനെ തെറി വിളിക്കാമെന്ന് നിനക്കൊക്കെ ധാരണയുണ്ടെങ്കിൽ അത് കേട്ട് മിണ്ടായിരിക്കാനായിട്ട് എന്തായാലും തൽക്കാലം ഇനി എനിക്ക് മനസ്സില്ല. ചിലതൊക്കെ എനിക്കും ചെയ്യാൻ സാധിക്കും. നിന്നെ പോലെ ഉത്തമ സമുദായം അല്ലാത്തതുകൊണ്ട് എന്റെ വായിൽ തെറിയൊന്നും വഴങ്ങില്ല. അതുപോലെ അച്ഛനമ്മമാരെയും ചീത്ത വിളിക്കാൻ എന്റെ സംസ്കാരം എന്റെ അച്ഛനമ്മമാരും ഒന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ കിട്ടുന്ന അവസരത്തിലെല്ലാം കിട്ടാവുന്ന വേദികളിലെല്ലാം എനിക്ക് പറയാനുള്ളത് വിളിച്ചു പറയുക തന്നെ ചെയ്യും. അപ്പൊ കിടന്ന് നിലവിളിക്കരുത്. ഒരു മാസം ഞാൻ തന്നതാണ്, ഇനി ക്ഷമിച്ചിരിക്കാൻ ഏതായാലും മനസ്സില്ല. വീണ്ടും പറയുന്നു, സുഡാപ്പികൾ ഇനിയും നാണമില്ലാതെ ഈ ചാനലിൽ കടിച്ചു തൂങ്ങി കിടപ്പുണ്ടെങ്കിൽ, ഇനിയും തെറി വിളിക്കാമെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് കടിച്ചു തൂങ്ങി കിടപ്പുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇറങ്ങി പോടാൻ നാണം കെട്ടവന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.